ഇങ്ങോട്ട് ഇരിക്ക്. ഹായ്. അപ്പോൾ കുറച്ച് ദിവസം കുറച്ച് കാലം ലക്ഷദ്വീപിലായിരുന്നു കേട്ടോ. ലക്ഷദ്വീപ് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫെബി ഉണ്ടായിരുന്നില്ലല്ലോ. എന്തായാലും കുറച്ച് കാലത്തിന് ശേഷം ഫെബി വീഡിയോയിൽ വന്നു. ഞാനൊരു വലിയൊരു സന്തോഷം ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലുത് തന്നെ പറയാം അല്ലേ, ഏറ്റവും വലിയ തന്നെ ഒരു സന്തോഷമാണ്. അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ബാക്കിൽ ഒരു കല്ല് വെട്ടുന്ന മെഷീൻ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ശബ്ദം കുറച്ച് പ്രശ്നം ഉണ്ടാവും. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ആ കാര്യത്തിലേക്ക് കടക്കാം. വേറെ ഒന്നുമല്ല, ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു സ്ഥലം മേടിച്ചു. എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു സ്വപ്നം, ഒരു കുഞ്ഞ് വീട് വെക്കണമെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ആദ്യ പടിയായിട്ട് ഒരു സ്ഥലം മേടിച്ചു. ഒരു സ്ഥലം മേടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അറിയാമല്ലോ, വീട് വെക്കൽ പിന്നെയും ശരി പതുക്കെ ചെയ്യാം അല്ലേ, സ്റ്റെപ്പായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ഥലം വാങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് ഒരുമിച്ച് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് കുറേ ഡിലേ ആയി നമ്മൾ. എന്തായാലും കുറച്ച് കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളിപ്പോൾ അത് സാധിച്ചു. അപ്പോൾ ആ സ്ഥലം ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. വേറെയും ചില വിശേഷങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഓപ്പോസിറ്റിൽ റബ്ബർ തോട്ടത്തിൽ നമ്മളിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. ഇത് കുറച്ച് വലിയ സ്ഥലമാണ്, ഇത് വേറെ ആൾക്കാരതാ. അപ്പോൾ ആ സ്ഥലം കാണിച്ചു തരാം. അതായത് നമ്മുടെ നാട് മീൻസ് ഇടത്തനാട്ടുകാർ തന്നെ. എൻ്റെ വീട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു എത്ര ഉണ്ടാവും, ഒരു 2 കിലോമീറ്റർ അല്ലേ, ഏകദേശം 2 കിലോമീറ്റർ ഇപ്പുറത്ത് കൊടിയൻകുന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കേട്ടോ. അവിടുന്ന് ഇങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഈ വഴി ഇങ്ങനെ വരണം. മെയിൻ റോഡിൽ നിന്ന് ഇറങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികമൊന്നുമില്ല, ഒരു 300 മീറ്റർ 350 മീറ്ററൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. ഇങ്ങനെ വരുന്ന വഴിക്ക് അവിടെ ജ്യേഷ്ഠൻ്റെ വീടുണ്ട് കേട്ടോ. ജ്യേഷ്ഠൻ്റെ വീടുണ്ട്. ഈ 2 വീടും എൻ്റെ അപ്പുറത്തെ ജ്യേഷ്ഠൻ്റെ വീട്. അത് കഴിഞ്ഞിട്ട് ഇതാണ് നമ്മുടെ പ്ലോട്ട് കേട്ടോ. ഇവിടേക്കിപ്പോൾ കുറച്ച് മണ്ണ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ചെറിയ വഴി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഈ റോഡ് ഇങ്ങനെ കടന്നു പോകും. ഇതാണ് നമ്മുടെ സ്ഥലം. ഇത് ഒരു 15 സെൻറ്റാണ് കേട്ടോ ഈ സ്ഥലം മൊത്തമുള്ളത്. തെങ്ങ് എത്ര എണ്ണം ഉണ്ട്? തെങ്ങാണ് ഞാൻ ആദ്യം എണ്ണിയത്. എത്ര എണ്ണം ഉണ്ട്? 9 10. ഓക്കെ, ഒരു 10-11 തെങ്ങുണ്ട് കേട്ടോ. എന്താ പറയുക, നിങ്ങളോട് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇത് വാങ്ങാൻ നിങ്ങളും കൂടി സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സാധിച്ചത്. കാരണം നമ്മളൊരു 2-3 വർഷമായിട്ട് യൂട്യൂബാണ് നമ്മുടെ പ്രധാനപ്പെട്ട അല്ല ഏക വരുമാന സ്രോതസ്. വേറെ നമുക്ക് ഇൻകം ഒന്നുമില്ല, നിലവിലില്ല കേട്ടോ. നമ്മൾ ചാനൽ തുടങ്ങുന്ന സമയത്ത് നമുക്ക് വേറെ ചെറിയ ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കോവിഡൊക്കെ വന്ന ആ സമയത്തൊക്കെ ആയിട്ട് അത് നിർത്തിപ്പോയി. റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് ചെറിയൊരു ചെരിവാണ് കേട്ടോ, ചെറുതായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ്, തറയിടുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് മണ്ണിട്ടിട്ട്, മണ്ണ് കുറച്ച് അധികം വേണ്ടി വരും, ഒന്ന് ലെവലാക്കണം. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് മണ്ണ് കിട്ടാനുണ്ടായ സമയത്ത് നമ്മൾ അതിങ്ങിട്ട് തൽക്കാലം കൊണ്ടുവന്ന് ഇങ്ങോട്ട് ജസ്റ്റ് കൂട്ടിയിട്ടാണ്. അതൊന്നും ഇനി പരത്തിയതിന് ശേഷം എന്താ പരിപാടി, അതായത് സ്വന്തം തേങ്ങയല്ലേ. ഇത്രയും കാലം നമ്മൾ ഒരു തെങ്ങ് പോലും നമുക്കില്ല. ഇത്രയും കാലം നമ്മൾ തേങ്ങയൊക്കെ കടയിൽ നിന്ന് വാങ്ങുക ചെയ്യുന്നത്. ഇപ്പോൾ ഇതേ കണ്ട അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് കേട്ടോ. നമുക്കൊരു 10-11 തെങ്ങ് സ്വന്തമായിട്ടുണ്ട്. ഇതേ അവിടുന്ന് കിട്ടിയ 2 തേങ്ങ ഫെബി പെറുക്കി വെച്ചാണ്. ഉമ്മ പ്രത്യേകം പറയുന്നില്ലേ തേങ്ങ ഉണ്ടെങ്കിൽ. ഞാനും ഉമ്മയാണ് ആകെ, എനിക്ക് തോന്നുന്നു കൂടുതൽ സ്ത്രീകളാവുമല്ലോ ഈ തെങ്ങ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഞാനും ഉമ്മ വരുമ്പോ തേങ്ങ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ആൾക്കാരാട്ടോ. അതായത് തെങ്ങ് ഒരു ഭയങ്കര വികാരമാണ് കേട്ടോ. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ കേരളത്തിന്റെ സ്വന്തം വൃക്ഷമാണ്. അതെ. ഇവിടെ ഇപ്പോ നമ്മള് ഒരു പ്ലാനൊക്കെ ഇങ്ങനെ വരഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതായത് അതാദ്യം പറയാം. അപ്പോൾ ആ പ്ലാൻ പ്രകാരം തെങ്ങ് ചിലപ്പോൾ പോകുന്ന കാര്യം പറയുമ്പോൾ ഉമ്മക്ക് ഭയങ്കര വിഷമമാണ്. അപ്പോൾ ഉമ്മ പറയുന്നത് തെങ്ങിനനുസരിച്ചിട്ടുള്ള പ്ലാൻ വരച്ചാൽ മതി എന്നൊക്കെ രീതിയിലാണ്. അതല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടാവില്ല. ഓരോ ആൾക്കാർക്കും ഓരോ ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടാവുമല്ലോ. നമ്മളൊരു വീട് ഇങ്ങനെ ഒരു ഐഡിയ പ്രകാരമൊക്കെ വേണം, ഇന്ന സൗകര്യങ്ങളൊക്കെ വേണം എന്നൊക്കെ, അങ്ങനത്തെ ചെറിയ ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ടാണ് വീട് വെക്കുന്നത്. അപ്പോൾ അതൊരു തെങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാൻ പറ്റില്ല. അത്യാവശ്യം മുറിക്കേണ്ട തെങ്ങ് മാത്രം മുറിച്ചിട്ട് ബാക്കി അതിനനുസരിച്ച് നമ്മൾ പ്ലാൻ ചെയ്യണം. ഇതൊക്കെ ഇത്ര പറയാനുണ്ടോ എന്നൊക്കെ ചില ആൾക്കാർക്ക് ചിലപ്പോൾ തോന്നും. പക്ഷേ എൻ്റെയൊക്കെ ലൈഫിൽ, ഇപ്പോൾ ഫെബി ലൈഫിലേക്ക് വന്നിട്ട് കുറച്ച് കൊല്ലങ്ങളായി. അപ്പോൾ അതിന് മുമ്പത്തേക്ക് കാലഘട്ടം എന്ന് പറയുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ട് ജീവിച്ചാണ് എല്ലാ തരത്തിലും. അപ്പോൾ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു പ്ലോട്ട് വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ 15 സെൻറ്റാണ് കേട്ടോ. 15 സെൻറ്റ് സ്ഥലമാണ്. അത് അത്രയും വലിയ അഭിമാനവും സന്തോഷമൊക്കെ നൽകുന്ന ഒരു വലിയ കാര്യം തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ആക്ച്വലി ഞാൻ ജനിക്കുന്ന സമയത്ത്, ഓർമ്മ വെച്ച സമയത്തൊക്കെ ജീവിക്കുന്നത് ഒരു കോട്ടപ്പള്ളി ടൗണിലുള്ള ഒരു വേറെ ആളുടെ ബിൽഡിങ്ങിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അതൊക്കെ കഥകളൊക്കെ നീ കേട്ടിട്ടുണ്ടാവും. ഒരു ചെറിയ സൗകര്യത്തിൽ വാടകയ്ക്കാണ് താമസിക്കുന്നത്. വാടക കൊടുത്തിരുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. വേറെ ആളുടെ ബിൽഡിംഗ് ആയിരുന്നു.
പിന്നെ ഉപ്പയും സഹോദരങ്ങളൊക്കെ ആയിട്ടുള്ള അവരുടെ ഒരു തറവാട്ട് വീട് അങ്ങോട്ട് മാറി. അവിടുന്ന് മാറിയിട്ട് ഞങ്ങൾ മാത്രമായിട്ട് താമസം മാറുന്നത് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കുടിൽ ആണ് കേട്ടോ. അതെ, സൈഡൊക്കെ ഇങ്ങനെ പൂളപ്പലക കൊണ്ട് കെട്ടിയുണ്ടാക്കിയിട്ടുള്ള ഓല മേഞ്ഞിട്ടുള്ള ഒരു കുഞ്ഞ് ഷെഡ് പോലത്തെ. ഫോട്ടോ കാണിച്ചുതരാം. ആ ഫോട്ടോ ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ വീട്ടിലാണ് നമ്മൾ പിന്നെ താമസിച്ചത്. ഞങ്ങൾ മാത്രമായി താമസിച്ചപ്പോൾ അത് ഏകദേശം എൻ്റെ 4ാം ക്ലാസ്സിലാണ് കേട്ടോ. ഞാൻ 4ാം ക്ലാസ് ഫിനിഷ് ചെയ്യുന്ന സമയത്തൊക്കെ ആണ് ആ വീട്ടിലേക്ക് മാറുന്നത്. പിന്നെ ഏകദേശം ഒരു 3-4 വർഷം അതിനകത്തായിരുന്നു. അതിനകത്ത് ജീവിച്ച കാലഘട്ടമൊക്കെ ശരിക്കും ഭയങ്കര എന്താ പറയുക, ഓർക്കുമ്പോൾ ഭയങ്കര ഇതാട്ടോ. മഴക്കാലം വരുമ്പോഴൊക്കെ കെട്ടി മേയും എല്ലാ കൊല്ലവും. എന്നാലും ചോർച്ച ഭയങ്കരമായിട്ടുണ്ടാവുമായിരുന്നു. രാത്രിക്ക് ചിലപ്പോൾ ഇങ്ങനെ എണീറ്റിരുന്ന കുറേ ഓർമ്മകളുണ്ട്. മഴ ഇങ്ങനെ ഒരു റൂമായിട്ടൊന്നും തിരിച്ചിട്ടില്ല. അടുക്കള ഭാഗം മാത്രം ഒന്നും ഇങ്ങനെ മറച്ചിട്ടുണ്ടായിരുന്നു ഉള്ളിൽ. പിന്നെ 2 കട്ടിൽ ചേർത്തിട്ടിട്ട് ഞങ്ങൾ 5 പേര്, ഞങ്ങൾ 3 മക്കളും ഉപ്പയും 5 പേര് ഒരുമിച്ച് നിരന്ന് അങ്ങോട്ട് കിടക്കും. കുറേ രസകരമായതും കുറേ കഷ്ടപ്പാടിൻ്റെയൊക്കെ ഓർമ്മകളാണ് ആ കാലഘട്ടത്തിലൊക്കെ. പക്ഷേ അതൊക്കെ ഓർക്കുമ്പോഴാണ് കേട്ടോ ഉപ്പയും ഉമ്മയൊക്കെ ആ കാലത്ത് കഷ്ടപ്പെട്ടതിൻ്റെ അളവ് നമുക്ക് മനസ്സിലാവുക. ഞങ്ങൾക്കൊന്നും അത്രയ്ക്കൊന്നും കഷ്ടപ്പാട് മനസ്സിലാവില്ലല്ലോ. പക്ഷേ ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനും ഇപ്പോൾ പലതരത്തിലുള്ള ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഭയങ്കര എത്തിക്സൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ടൊക്കെ തന്നെ പല ബിസിനസ്സും ഇപ്പോൾ ആകെ നടക്കാറില്ല. അതൊക്കെ പോട്ടെ, പറഞ്ഞ് കാട് കയറുകയാണ്. അപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറിയിട്ട് പിന്നെ നമ്മളൊരു വീട് വെച്ചത് ഇപ്പോൾ ഉള്ള വീട് തന്നെ അതിൻ്റെ പകുതി ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഫോട്ടോ ഉണ്ട്. ആ വീട്ടിലാണ് പിന്നെ കുറേ കാലം താമസിച്ചത്. ആ വീട്ടിലേക്ക് മാറിയ കറക്റ്റ് ആ ഒരു ദിവസം ഞങ്ങൾ ആദ്യമായിട്ട് അതിനകത്ത് താമസിക്കാൻ വേണ്ടി പോയ ദിവസം കറക്റ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കേട്ടോ. നമ്മൾ കുറേ കാലമായിട്ട് വർഷങ്ങളോളം അങ്ങനെ മുകളിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഓല മേഞ്ഞല്ലേ കാണുന്നത് രാത്രി കിടക്കുമ്പോൾ. പിന്നെ ഒരു ദിവസം, അതായത് സ്കൂളുണ്ടാക്കിയ പോലെ 3 റൂം ഇങ്ങനെ ഉണ്ടാക്കിക്കാൻ കേട്ടോ. വരിക്കുള്ള 3 റൂം, വലിയ പ്ലാനുള്ള വീടൊന്നുമല്ല, പക്ഷേ ഓട് മേഞ്ഞ വീടാണ്. നമ്മളിങ്ങനെ ചെന്നിങ്ങനെ കിടക്കുമ്പോൾ മുകളിൽ ഓട് ഇങ്ങനെ കാണുന്നു. ആ ഒരു അനുഭൂതി ഉണ്ടല്ലോ, ആദ്യമായിട്ടൊരു ഓടിട്ട വീട്ടിലേക്ക് താമസം മാറിയ അനുഭൂതി, ശരിക്കും അത് എനിക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് ഓർമ്മയുണ്ട്. വെറുതെ തള്ളുന്നൊന്നല്ല, ജീവിതത്തിൻ്റെ ഓരോ യാഥാർത്ഥ്യങ്ങളാണ് അതൊക്കെ. സുഖമുള്ള ഓർമ്മകൾ, അനുഭവങ്ങളാണ്. അപ്പോൾ അങ്ങനെ വീട്ടിലായിരുന്നു പിന്നെ കുറേ കാലമായിട്ടുണ്ടായിരുന്നു. മീൻസ് കുറേ കാലമായിട്ടല്ല, ഇപ്പോഴും ആ വീട്ടിലാണ് താമസിക്കുന്നത്. പക്ഷേ അതിൻ്റെ മുമ്പിലേക്ക് കുറച്ച് എക്സ്റ്റൻഷൻ എടുത്തു. ഉപ്പാക്കൊരു വേറെ റൂം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തു മുമ്പിലേക്ക്. അത് കോൺക്രീറ്റ് ആണ് കേട്ടോ. മറ്റേത് ഓടിട്ട വീടാണ്. ഇപ്പോൾ നമ്മളുള്ള വീടാണത്. അത് പകുതി ഓടും പകുതി കോൺക്രീറ്റുമാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മളിപ്പോൾ ഈ ഒരു കുറച്ച് സ്ഥലം വാങ്ങിയപ്പോൾ അത് വലിയ കാര്യമായിട്ട് പറയണത്. അതെ. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ ഒക്കെ കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നും ഞാൻ പറയുന്നത്. അതിനേക്കാളൊക്കെ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരും കിടന്നിറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നമുക്ക് അവരൊക്കെ ജീവിതങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതൊക്കെയാണ്. പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ ഇങ്ങനൊരു സന്തോഷം വന്നപ്പോൾ നിങ്ങളോടൊന്ന് പറയാൻ തീരുമാനിച്ചാണ്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പേര് നിങ്ങൾക്കറിയാം, എക്സൽ നെസ്റ്റ് എന്നാണ്. എക്സൽ നെസ്റ്റ് നമ്പർ 2 ആണ് നമ്മുടെ വീട്. തറവാട് വീടാണ് എക്സൽ നെസ്റ്റ് നമ്പർ 1 കേട്ടോ. അപ്പോൾ എക്സൽ നെസ്റ്റ് നമ്പർ 2 നമ്മളിങ്ങോട്ട് പറിച്ച് നടാനാണ് പ്ലാന്. എപ്പോൾ നടക്കുന്ന ഒന്നും അറിയില്ല, വലിയ സ്വപ്നമാണ്. അപ്പോൾ പതുക്കെ എന്താ പറയുക, പച്ചക്കൂട് കൂട്ടുന്ന പോലെ നമുക്ക് കുഞ്ഞു സ്റ്റെപ്പായിട്ട് നമ്മളെ വീട് പണിയണം. വേറെ എന്താണ്, അപ്പോൾ അതാണ് ആ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. സ്ഥലം വാങ്ങി എന്നുള്ള സന്തോഷം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. വേറെ ഒന്നും കാര്യമായിട്ടൊന്നും പറയാനില്ല. അപ്പോൾ എന്താണ്, വേറെന്താ നിന്റെ അനുഭവം പറ. എനിക്കും ഭയങ്കര സന്തോഷം. ഞാൻ കുറേ ആയി ഇങ്ങനെ പറയണു, ഒരു സ്ഥലം വാങ്ങുക, വീട് വെക്കുക എന്നുള്ള കാര്യങ്ങൾ പറയില്ല, ഭാര്യമാരും പറയും, എനിക്കറിയാം. പറയാനും ആഗ്രഹിക്കാനും ഒക്കെ എളുപ്പമാണ്, പ്രാക്ടിക്കൽ ആയാലാണ് പണി. ഞാൻ പറഞ്ഞല്ലോ, അത് നടന്നപ്പോൾ ഭയങ്കര സന്തോഷം. പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങളുണ്ടായിരുന്നു ഈ സ്ഥലം ചൂസ് ചെയ്യാനുള്ള. ഒന്ന്, 2 വീട് അപ്പുറത്ത് ജ്യേഷ്ഠനുണ്ട്, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നമ്മൾ കുറേ ആയി അന്വേഷിച്ച് നടക്കണു. സ്ഥലമുണ്ട്, പക്ഷെ നമുക്കിങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഒരു എടത്തനാട്ടുകാര അടുത്ത് തന്നെ വേണം, അതായത് കൊട്ടപ്പള്ള നിൽക്കണ ആ ഒരു ഭാഗത്ത് തന്നെ വേണം ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി തോന്നുന്നു അല്ലേ. ഏതൊരാൾക്കും അവനവൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. വലിയ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് 2 കിലോമീറ്റർ ദൂരത്ത് തന്നെ അടുത്ത് തന്നെ നമുക്ക് ഈ സ്ഥലം കിട്ടി. അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. ഇതാണ് കേട്ടോ ഈ അറ്റം, സ്ഥലത്തിൻ്റെ ഈ അറ്റത്ത് ഇവിടെ ഇത് വേറെ പ്ലോട്ടാണ്. ഇനി ഇവിടെ ഒരു ചെറിയൊരു ചാലുണ്ട് കേട്ടോ. അതായത് മഴക്കാലത്ത് ഈ റോട്ടിൽ കൂടി ഇങ്ങനെ ഉറവ ഒലിച്ച് വരാറുണ്ട്. ഉറവയാണ്, അതായത് ചളിവെള്ളമല്ല. നല്ല രസമാണ് കാണാൻ. പക്ഷേ ഇതിനി കോൺക്രീറ്റൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. മഴക്കാലത്ത് നല്ല തെളിഞ്ഞ വെള്ളം. നീ കണ്ടിട്ടുണ്ടോ? കാക്കുവിൻ്റെ വീടിൻ്റെ പണി നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ വരുമ്പോൾ, ഒരു മഴക്കാലത്ത് വരുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം ഇങ്ങനെ വരും. ഈ റോട്ടിങ്ങനെ ഒലിച്ച് വന്നിട്ട് അതിങ്ങനെ ഈ വഴി ചാടിയിട്ട് ഇവിടെ ഒരു ചാലാണ്, ഒരു 3-3.5 അടി ചാലുണ്ട്.
അതിലങ്ങനെ താഴത്തേക്ക് പോകും. അപ്പോൾ ഇതുപോലത്തെ കെട്ട് നമ്മൾ ഇപ്പുറത്തും കെട്ടിക്കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ടൊരു ചാലായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ കുറേ പണികളുണ്ട്. അതുപോലെ തന്നെ അതിലൊന്ന് ശരിയാക്കണം. ചെറിയൊരു കരിങ്കല്ലിൽ കെട്ടിയിട്ട് ആണ് നേരത്തെ പറഞ്ഞ പോലെ മണ്ണിട്ട് നിരത്തേണ്ടത്. എന്തായാലും നല്ല സന്തോഷമുള്ള മീൻസ് തൃപ്തിയായ സ്ഥലമാണ് കേട്ടോ. ഒരു 15 സെൻറ്റ് കറക്റ്റ് ഒരു സ്ക്വയറായിട്ട് ഏകദേശം സ്ക്വയറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഈ റോഡ്, ആ ഭാഗത്ത് പിന്നെ താഴത്തേക്കുള്ള ചെറിയൊരു വഴി, ആ ഭാഗത്തൊക്കെ ആ വീടിൻ്റെ അപ്പുറത്ത് കമ്പി വേലി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് ആ വെള്ളച്ചാലും അതാണ് നമ്മുടെ അതിര് കേട്ടോ. ഈ 15 സെൻറ്റിൻ്റെ അതിര് മതി. ബാ, ആകെ 4 തേങ്ങ ഉണ്ട്. കുറേ നേരമല്ല നീ നടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ നമ്മളെ സ്വന്തം തൊടിയിൽ നിന്നുള്ള ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ. തേങ്ങ കുറച്ച് ഇടാനുണ്ട്. അപ്പോൾ ഇപ്പോൾ വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഒരാളെ കൊണ്ടുവന്നിട്ട് തേങ്ങ ഇടണം. ഇതിപ്പോൾ 4-5 വീണ് കിട്ടിയതാണ് കേട്ടോ. പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ ജ്യേഷ്ഠൻ്റെ വീടെന്ന് പറഞ്ഞില്ലേ, ജ്യേഷ്ഠൻ്റെ വീടിൻ്റെ മുറ്റത്താണ് കേട്ടോ നമ്മൾ വണ്ടി ഇട്ടത്. ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, തൊട്ടടുത്താണ് കണ്ടോ നമ്മളെ സ്ഥലത്ത് നിന്ന് അങ്ങോട്ട്. അതിൻ്റെ അപ്പുറത്ത് ഈ 2 വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ്, ഈ കാണുന്നതാണ് ജ്യേഷ്ഠൻ്റെ വീട്. എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ അൻവർ സാജിദ്. വീടിൻ്റെ പണി പൂർത്തിയായിട്ടില്ല, മീൻസ് കുറച്ച് പെയിൻറ്റിങ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ താമസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ റോഡ്. ഇതാ ജ്യേഷ്ഠൻ്റെ വീട്. ഇവിടെ നിങ്ങളുടെ ജസ്റ്റ് തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ ഈ സ്ഥലം. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ്. അപ്പോൾ നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു കേട്ടോ. ഇനി വീട് പണിയുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളൊക്കെ നമുക്കിങ്ങനെ ഞാൻ ഇടയ്ക്ക് നിങ്ങളടുത്ത് ഞങ്ങൾ വിശേഷങ്ങൾ പങ്കുവെക്കാം. പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കില്ലേ? ആദ്യം ഈ സ്ഥലം വാങ്ങിയതിൻ്റെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നത് തീരണം. പിന്നെ പതുക്കെ പതുക്കെ നമുക്ക് എന്തായാലും വീടും പണിയണം. അപ്പോൾ എന്തായാലും തുടർച്ചയായിട്ട് നിങ്ങളിങ്ങനെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി. വേറൊരു നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം നൽകുന്ന പുതിയൊരു കാര്യം കൂടിയാണ്. പുതിയല്ല, ഒരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഒറീസയിലെ ദീദിയുടെ വീട് പണി അത് ഏകദേശം കുറച്ച് സമയം കൊണ്ട് തീരും കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് കമൻറ്റുകളിലും അതുപോലെ മെസ്സേജ് അയച്ചിട്ടൊക്കെ എന്തായി എന്നുള്ളത്. ഓരോരുത്തരോടും ഇങ്ങനെ മറുപടി പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് പലർക്കും റിപ്ലൈ കിട്ടാത്തത്. ഞാനിങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ പോസ്റ്റ് കമ്മ്യൂണിറ്റിയിലായിട്ടൊക്കെ ഇടാറുണ്ട്. ഇപ്പോൾ പണി ഏകദേശം അത്യാവശ്യം നന്നായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസും അവിടെ നിന്ന് സാറ് അയച്ചുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത്. ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് പറയാം അല്ലേ. എല്ലാവർക്കും സന്തോഷം നൽകുന്ന നമ്മുടെ റൂട്ട് റെക്കോർഡ്സിൻ്റെ മൊത്തം ഫാമിലിക്കും ഏറ്റവും സന്തോഷം നൽകുന്ന എന്താ പറയാ വീട് പണി എന്ന് പറയാ. നമ്മുടെ എല്ലാവരുടെയും കൂടി ഒരു വീട് പണിയാണ്. അതെ, അതിന്റെ അപ്ഡേറ്റ്സ് ഞാൻ പറയാം. ഒരു ചെറിയൊരു വീഡിയോ ആക്കിയിട്ട് അത് പറയാം. എന്തായാലും വേറെ ഒന്നുമില്ലല്ലോ. വേറെന്താ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ലക്ഷദ്വീപ് വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ ഭയങ്കരായിരുന്നു. അതുപോലെ തന്നെ പുതിയ പുതിയ കഥാപാത്രങ്ങൾ എന്ന് പറയുന്ന പോലെ അല്ലേ, ഓരോ ഇതിലും ഓരോ സീരീസിലും കുറച്ച് പേരെ നമുക്ക് ഇങ്ങനെ കിട്ടും. അതെ, ഓരോ സീരീസ് അവസാനിക്കുമ്പോഴും നമുക്ക് കുറെ ബന്ധമുള്ള കുറെ ആൾക്കാരെ കിട്ടും. അതിലപ്പുറം പ്രേക്ഷകർക്ക് മറക്കാൻ പറ്റാത്ത കുറെ കഥാപാത്രങ്ങളും അതിൽ ഉണ്ടാകും അല്ലേ. ലക്ഷദ്വീപിൽ കുറെ ആൾക്കാരെ നിങ്ങൾ ഇനി മറക്കില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. എന്തായാലും വലിയ സന്തോഷം. ലക്ഷദ്വീപിലെ യാത്ര ശരിക്കും നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. എല്ലാ തരത്തിലും ആ നാടിനെ ശരിക്കും അറിയാൻ പറ്റിയിരുന്നു. ഒരു ലൈവ് ഞാൻ വരാം. കുറേ പേര് ചോദിക്കാറുണ്ട് ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് കുറേ ചോദ്യങ്ങൾ, വീഡിയോയിൽ വരാത്ത കുറേ കാര്യങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടൊക്കെ. അത് ആ ലൈവിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അങ്ങനെയാണ്. വേറെന്താണ്? പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്ത വിശേഷമായിട്ട് വീണ്ടും അടുത്ത വീഡിയോ കാണാം അല്ലേ. അപ്പോൾ ബൈ.